ഇത് ബോട്ടിൻ്റെ പാർട്ടി പാൽ 400 എന്ന അറിയപ്പെടുന്ന ബോട്ടിൻ്റെ അടിപൊളി സ്പീക്കർ സിസ്റ്റം. നല്ല ലൗഡാണ്, നല്ല കരോക്കയും എക്കോവും 2 മൈക്കൊക്കെ ഇതിൻ്റെ കൂടെ കിട്ടും. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. 160 വാട്ട്സാണിത്. ഇപ്പോൾ ഇത് ഓൺ ആവുന്നില്ല, ബാറ്ററി ഡ്രെയിനായി പോയതാണ്. അതുകൊണ്ട് ഇത് ഓൺ ചെയ്താൽ ഡെഡായിട്ടാണ് കാണുന്നത്. നമുക്കൊന്ന് ഇതിൻ്റെ ബാറ്ററി പരിശോധിച്ച് നോക്കാം. ചാർജ് ഒട്ടും ഇല്ലാത്തതാണ് ഇത് ഓണാവാത്തത്. ഇതിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇവിടെയായിട്ടായിരിക്കും ഇതിൻ്റെ ബാറ്ററി ക്യാബിൻ വരിക. കാണുന്ന 8 സ്ക്രൂകൾ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ലിഡ് മാറ്റി നോക്കാം. അതിനുള്ളിലായിരിക്കും ബാറ്ററി ഉണ്ടാവുക. സ്ക്രൂകളെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ മാറ്റി കഴിഞ്ഞാൽ ഇവിടെ ബാറ്ററി കാണാം. ഇവിടെ 12 വോൾട്ട് 7.5 AH ബാറ്ററിയാണ്. ഇവിടെ നമ്മൾ കമ്പ്യൂട്ടർ UPSലെല്ലാം കാണുന്ന പോലത്തെ ബാറ്ററിയാണ് ഇതിലുള്ളത്. നമുക്ക് ഈ ബാറ്ററി ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ബാറ്ററി ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ സഹായത്തോടു കൂടിയിട്ട് മെല്ലെ അവിടുന്ന് സാവധാനം പതുക്കെ, കേസിന് കലിയൊന്നും ഉണ്ടാക്കാതെ മെല്ലെ അവിടുന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം സ്മൂത്തായിട്ട് വരുന്ന വിചാരിക്കുന്നത്. ബാറ്ററി പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ വയറ് നീളം കുറവാണ്, അതുകൊണ്ട് മറ്റേ കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം. ഈ വയറിൻ്റെ ബാറ്ററിക്ക് ഇവിടെ ടെർമിനലിൽ വയറ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കാം. നോക്കിയതിന് ശേഷം അത് റിമൂവ് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ ടെർമിനലിൽ നിന്ന് ഈ വയറ് ഡിസ്കണക്ട് ചെയ്യാം. അതിന് ഡീസോൾഡർ ചെയ്യണം. ഇവർ സോൾഡർ ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത്. ഒരു ക്ലിപ്പ് യൂസ് ചെയ്താൽ മതിയായിരുന്നു, പക്ഷേ ഇവിടെ സോൾഡർ ചെയ്തിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്കൊന്ന് ഡീസോൾഡർ ചെയ്ത് വിടാം. അപ്പോൾ രണ്ടും ഡീസോൾഡർ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, വിട്ടിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ബാറ്ററി പതിയെ പുറത്തേക്ക് എടുക്കാം. ബാറ്ററി അങ്ങനെ പുറത്തെടുത്ത് നമ്മൾ പറഞ്ഞതുപോലെ ബാറ്ററി റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് മൾട്ടിമീറ്റർ വെച്ചിട്ടുണ്ട്. ബാറ്ററിയിൽ എത്ര വോൾട്ടേജ് ഉണ്ട് നോക്കാം. ഇനി ഇത് ബാറ്ററി യൂസ് ചെയ്യാൻ പറ്റുമോ അതോ പൂർണ്ണമായിട്ടും അത് ഡ്രെയിൻ ആയോ നോക്കാം. അതിന് മൾട്ടിമീറ്റർ വെച്ചിട്ടുണ്ട്. മൾട്ടിമീറ്ററിൽ 20 വോൾട്ട് DC വെച്ചിട്ട് നോക്കാം. ഇത് 12 വോൾട്ടിൻ്റെ ബാറ്ററി ആണല്ലോ. ഇപ്പോൾ റീഡിങ് കാണിക്കുന്നത് 3.69 ആണ്. ബാറ്ററിക്ക് 12 വോൾട്ടുള്ള ബാറ്ററിക്ക് കാണിക്കുന്നത് 3.69 വോൾട്ടാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ബാറ്ററി പരമാവധി ഡ്രെയിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബാറ്ററി നമുക്ക് നോക്കാം, ഒന്ന് ബൂസ്റ്റ് ചെയ്ത് നോക്കാം. ചാർജിനിട്ടിട്ട് പുറത്ത് ചാർജിനിട്ടിട്ടൊന്ന് ബൂസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഈ ബാറ്ററി ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു ബാറ്ററി റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ബാറ്ററി ഡ്രെയിനായി പോയതാണ്, പരമാവധി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക്. ഇതായിരുന്നു ആ ബാറ്ററി, നമ്മൾ 12 വോൾട്ടിൻ്റെ ബാറ്ററി ബോട്ടിൻ്റെ അകത്ത് ഇരുന്ന ബാറ്ററി ഇതായിരുന്നു. അപ്പോൾ ഈ ബാറ്ററി നോക്കുമ്പോൾ ചാർജിങ് ബൂസ്റ്റിലിട്ടു, എന്നിട്ടും ഇത് ചാർജ് ആവുന്നില്ല. മാക്സിമം അത് മോശമായി, ചീത്തയായി പോയിട്ടുണ്ട്. ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതേപോലെ തന്നെ 12 വോൾട്ടിൻ്റെ 7AH ഒരു ബാറ്ററി ഒന്ന് വാങ്ങി, പുതിയൊരു ബാറ്ററി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ബാറ്ററി നമ്മൾ ഇതിലേക്ക് ചെയ്യുകയാണ്. കണക്ഷൻ കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാം ഇത് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന്. അതിനായിട്ട് ഞാൻ ബാറ്ററി സോൾഡർ ചെയ്തിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ചെയ്യുകയാണ്. അപ്പോൾ ഓക്കെ, നമുക്കിത് കണക്ഷൻ കൊടുക്കാം. ഇതിനെ സോൾഡർ ചെയ്തിട്ട് നമുക്ക് കണക്ഷൻ കൊടുത്ത് നോക്കാം. ബാറ്ററി ഇതിലേക്ക് കൊടുത്ത് നോക്കാം. അപ്പോൾ ഏതാണ്ട് കറക്റ്റായിരിക്കും, ഇത് സൈസൊക്കെ കറക്റ്റായിരിക്കും.
അപ്പോൾ ഇത് മുന്നോടിയിട്ട് ഈ ഒരു വയർ ഒട്ടും വളരെ കുറവേ വയർ വെച്ചിട്ടുള്ളൂ. അതാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട്. കുറച്ചധികം വയർ വെച്ചിരുന്നെങ്കിൽ ഈസി ആയിട്ട് കണക്ഷൻ കൊടുക്കാമായിരുന്നു. അത് മിക്കവാറും എല്ലാവരും ഇങ്ങനെ കറക്റ്റായിട്ടാണ് കൊടുത്തിട്ട് കാണുക. എന്തായാലും കുഴപ്പമില്ല. പോസിറ്റീവ് ടെർമിനൽ ഓക്കെ, ഇനി നെഗറ്റീവ് ടെർമിനൽ കൊടുക്കാം. കൊടുക്കുകയാണ്. നെഗറ്റീവ് ടെർമിനൽ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ക്ലിപ്പ് അതുപോലെ തന്നെ കൊടുക്കാം. യെസ്, അപ്പോൾ കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് നെഗറ്റീവും കൊടുത്തു. ബാറ്ററി അതിലേക്ക് പ്ലേസ് ചെയ്യാം. ബാറ്ററി നല്ല ഫേമായിട്ട് നിന്നിട്ടുണ്ട്. അതിനുശേഷം സൈഡിൽ വെച്ചിരിക്കുന്ന 2 പീസും കൂടി കൊടുക്കാം. ഇതൊക്കെ കീറിപ്പോയിട്ടുണ്ട്, എന്നാലും സാരമില്ല, പരമാവധി ഇതിലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ബാറ്ററി നന്നായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാറ്ററി ടെർമിനൽസെല്ലാം കണക്ഷൻ കൊടുത്തു, സ്പോഞ്ചൊക്കെ വെച്ച് ടൈറ്റ് ചെയ്ത് പഴയതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മൂടി ഇടുന്നതിന് മുമ്പേ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഏതായാലും അങ്ങനെ ബോട്ടിൻ്റെ ബാറ്ററി മാറ്റിയിട്ടുണ്ട്. ഓൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നോക്കാം എന്തായിരിക്കും റിസൾട്ട് എന്ന്. യെസ്, ഓൺ ചെയ്യുന്നു. ഓക്കെ, സക്സസ്. Bluetooth mode. Bluetooth mode.